ഉണ്ടായിരുന്നു. ടോം ആൻഡ് ജെറി കോംബോ ആണെങ്കിലും പുള്ളിക്കാരത്തി ശോഭ അത് ഒട്ടും എൻജോയ് ചെയ്തിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല. ശരിക്കും ജയിലിലോട്ട് എന്നെ ആ കാലമാടിൻ്റെ കൂടെ വിടരുതെന്ന് ശോഭ പറഞ്ഞിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് ബിഗ് ബോസിനന്ന്. പിന്നെ ഒമർ ലുലു പോകുന്ന സമയമായപ്പോൾ തീർച്ചയായിട്ടും അവിടെ പറഞ്ഞിരുന്നു ശോഭ ടോം ആൻഡ് ജെറി കോംബോ ആസ്വദിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. അപ്പം ടോട്ടലി തുടങ്ങിയ അന്ന് തൊട്ട് വാച്ച് ചെയ്ത് ഇങ്ങോട്ട് ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ശോഭയ്ക്ക് അവിടെ നിൽക്കുന്ന അത്രയൊരു സുരക്ഷിതമല്ലാത്ത രീതിക്കുള്ള ഒരു രീതിയായിരുന്നു. പക്ഷേ എല്ലാവരോടും ശോഭ എന്തോ പറഞ്ഞതും എടുത്തതൊക്കെയാണ് പൊക്കി കാണിച്ചത്. എന്താണ്, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആ വഴി അങ്ങ് പോയാൽ മതി എന്നുള്ള ഒരു വാചകവും, പിന്നെ തൈര് കൊടുത്തില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നിങ്ങളിൽ പലരും എടുത്തു പൊക്കിയത്. അതായത് നിങ്ങളെന്ന് പറഞ്ഞ ഹേറ്റേഴ്സ് അതിനാണ് പ്രാധാന്യം കൊടുത്തത്. ഒരു സ്ത്രീ അവിടെ കിടന്ന വിഷയം അത് പിന്നെ എന്നും ആരും കാണാറില്ല. ഇപ്പം ചെയ്യാത്ത കുറ്റത്തിന് 72 ദിവസം ഒരു പെണ്ണ് ജയിലിൽ കിടന്നില്ലേ. എന്താണ് ഇവിടെ ഫെമിനിസ്റ്റുകളും എല്ലാവരും സമരം ചെയ്ത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സമരങ്ങളൊക്കെ പല വഴിക്ക് നടക്കുന്നുണ്ടെങ്കിൽ എവിടെ പോയാലും സ്ത്രീകളുടെ ഗതി അധോഗതി തന്നെയാണ്. കിട്ടാനുള്ളത് കിട്ടി മേടിച്ച് കിട്ടുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും പുറമേ നോക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ലേലും എല്ലാവരും മാനസികമായിട്ടൊക്കെ ഒരിടത്തും ഒരു സുരക്ഷിതത്വം അല്ലെങ്കിൽ അതുപോലൊരു ഇതൊന്നും അനുഭവിക്കുന്നില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ സബീന ബീവി ഇതിനകത്ത് ഇനി ഇങ്ങനത്തെ ഒരു രീതിയാണ് ഈ ബിഗ് ബോസ് ഷോയിൽ സ്ത്രീകൾ പോകരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരത്തി ഇതിനെതിരെ പ്രതികരിക്കാൻ പെറ്റീഷനുമായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് സഹകരിക്കാമെന്നുള്ള സ്ത്രീകൾക്ക് കമൻറ്റിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം എന്നും പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നു, കേട്ടു നോക്ക്. സ്പെസിഫിക്കലി പറയാൻ വേണ്ടി വന്നതാണ്. ആദ്യത്തെ കാര്യം തന്നെ, റോബിൻ എന്ന വ്യക്തിയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി അഖിൽ മാരാർ എന്ന വ്യക്തിയെ ഉപയോഗിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫസ്റ്റ് തിങ്, റോബിൻ എന്ന വ്യക്തിയുടെ ആ ഒരു പോപ്പുലാരിറ്റി. ഒന്നാമത്തെ കാര്യം തന്നെ, റോബിൻ ഒരു കാരണവശാലും കപ്പ് നേടിയല്ല അങ്ങനെ ജനങ്ങളുടെ ഉള്ളിലേക്ക് പോയത്. അയാളുമായിട്ട് ഈ പറയുന്ന ഞാനൊക്കെ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പുള്ളിക്കാരത്തി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത്രയൊന്നും പറയാറേ ഇല്ല ഒന്നിലും. എന്നാൽ പോലും എൻ്റെയൊക്കെ സൈബർ അറ്റാക്ക് സഹിക്കാൻ പറ്റാത്ത പോലെയാണ് അഖിൽമാരാർ ആർമി കുഞ്ഞുങ്ങളുടെ ഒരു കമൻ്റൊക്കെ. അതുകൊണ്ട് ഞാൻ അത്രയ്ക്കൊന്നും ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സബീന ബീവിയൊക്കെ ഇട്ട വീഡിയോ കാണേണ്ടതാണ്. ഞാൻ ലിങ്ക് പിൻ ചെയ്തേക്കാം, താല്പര്യമുള്ളവർ പോയി കാണുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.